വി.ഡി. സതീശൻ സർക്കാരിന്റെ ബജറ്റിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് സ്മാരകം പ്രഖ്യാപിക്കാത്തതിൽ വിവാദം കടക്കുകയാണ്. യു.ഡി.എഫ് സർക്കാരിന്റെ കന്നി ബജറ്റിൽ കോൺഗ്രസിന്റെ ജനപ്രിയ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ഉമ്മൻചാണ്ടിയുടെ പേരിൽ സ്മാരകം പ്രഖ്യാപിക്കും എന്നായിരുന്നു ഉമ്മൻചാണ്ടിയെ സ്നേഹിക്കുന്നവരും കോൺഗ്രസ് അണികളും ഒക്കെ കരുതിയത്. മറ്റു പലരുടെയും പേരിൽ സ്മാരകങ്ങൾ പ്രഖ്യാപിച്ചപ്പോഴും ഉമ്മൻചാണ്ടിയുടെ പേരിൽ സ്മാരകം പ്രഖ്യാപിക്കാത്തതിൽ അണികൾക്കിടയിൽ അമർഷമുണ്ട്. വി.ഡി. സതീശൻ അവതരിപ്പിച്ച ബജറ്റിൽ മുൻമന്ത്രി കെ.ആർ. ഗൗരിയമ്മ, നടൻ സലിംകുമാർ, ഗായകൻ ഉമ്പായ് എന്നിവരുടെ പേരിൽ സ്മാരകങ്ങളും സാംസ്കാരിക സ്ഥാപനങ്ങളുമൊക്കെ പ്രഖ്യാപിച്ചിരുന്നു. അതോടൊപ്പം ജോൺസൺ മ്യൂസിക് അക്കാദമിയും ആർട്ടിസ്റ്റ് നമ്പൂരിയുടെ പേരിൽ ഒരു സാംസ്കാരിക കേന്ദ്രവും ഇതിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഈ പ്രഖ്യാപനങ്ങളോടൊന്നും ജനങ്ങൾക്ക് യാതൊരു എതിർപ്പുമില്ലെന്നും എന്നാൽ ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിലും സമാനമായ ഒരു പ്രഖ്യാപനം സ്വാഭാവികമായും പ്രതീക്ഷിച്ചിരുന്നു എന്നുമാണ് ഉമ്മൻചാണ്ടിയോട് മാനസികമായ അടുപ്പം കാത്തു സൂക്ഷിക്കുന്ന വൃത്തങ്ങൾ പറയുന്നത്. ഉമ്മൻചാണ്ടിയുടെ പേരിൽ ഒരു ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും മറ്റ് പ്രഖ്യാപനങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല. എന്നാൽ ഈ ഇൻഷുറൻസ് പദ്ധതി തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രഖ്യാപിച്ച ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമാണെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. വിഷയത്തിൽ പ്രതികരിച്ച് ചാണ്ടി ഉമ്മനും രംഗത്ത് വന്നു. സർക്കാർ തീരുമാനത്തെക്കുറിച്ച് തനിക്ക് അറിയില്ലെന്നും ജനങ്ങൾക്ക് അത്തരം ആഗ്രഹങ്ങൾ ഉണ്ടാകും എന്നുമായിരുന്നു ചാണ്ടി ഉമ്മൻ പറഞ്ഞത്. ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിനായി അനുയോജ്യമായ ജീവിക്കുന്ന സ്മാരകം നിർമ്മിക്കുമെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു. ഉമ്മൻചാണ്ടിക്ക് സ്മാരകം പണിയുന്ന കാര്യത്തിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പരിശോധന നടത്തുമെന്നാണ് തന്റെ വിശ്വാസം എന്നായിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞത്. കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ യു.ഡി.എഫിന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ ആയുധം കഴിഞ്ഞുപോയ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളായിരുന്നു. ആ പൈതൃകം മുൻനിർത്തി വോട്ട് നേടി അധികാരത്തിൽ വന്നിട്ടും ബജറ്റിൽ അദ്ദേഹത്തിനായി ഒരു സ്മാരകം പോലും വിഭാവനം ചെയ്യാത്തത് നീതീകരിക്കാൻ ആവില്ലെന്നാണ് ഉമ്മൻചാണ്ടി അനുകൂലികൾ പറയുന്നത്. ഉമ്മൻചാണ്ടി അന്തരിച്ച് 3 വർഷത്തോളമായിട്ടും അദ്ദേഹത്തിന്റെ സംഭാവനകളെ ഓർമ്മിപ്പിക്കുന്ന ഒരു ഔദ്യോഗിക സ്മാരകത്തിനായി കൃത്യമായ നടപടികൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തരെന്ന പേരിൽ പാർട്ടിയിലെ പ്രമുഖ സ്ഥാനങ്ങളിലേക്ക് ഉയർന്നു വന്ന മന്ത്രിമാരായ ടി സിദ്ദീഖ്, പി.സി. വിഷ്ണുനാഥ്, കെ.പി.സി.സി വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ എന്നിവർ ഈ വിഷയത്തിൽ ആവശ്യമായ സമ്മർദ്ദം ചെലുത്തിയില്ലെന്ന വിമർശനവും പാർട്ടിയിലെ ഒരു വിഭാഗം അണികൾ ഇപ്പോൾ ശക്തമായി ഉയർത്തിക്കാട്ടും. ചാണ്ടി ഉമ്മനെ മന്ത്രിസഭയിൽ പരിഗണിക്കാത്തതിൽ നേരത്തെ തന്നെ പ്രതിഷേധത്തിലാണ് ഉമ്മൻചാണ്ടി അനുകൂലികൾ. അതിന് പിന്നാലെയാണ് സ്മാരകത്തിലും ഇപ്പോൾ അവഗണന നേരിടുന്നത്. ഉമ്മൻചാണ്ടിയെ പോലൊരു ജനപ്രിയ നേതാവ് എക്കാലവും ജനങ്ങളുടെ ഹൃദയങ്ങളിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിനായി തികച്ചും അനുയോജ്യമായ ഒരു ജീവിക്കുന്ന സ്മാരകം ഞങ്ങൾ നിർമ്മിക്കും എന്നാണ് ചാണ്ടി ഉമ്മൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞത്. ഉമ്മൻചാണ്ടിക്ക് സ്മാരകം പ്രഖ്യാപിച്ചതിലൂടെ കോൺഗ്രസിന്റെ നിലപാടാണ് വ്യക്തമാകുന്നത് എന്ന് CPM പുതുപ്പള്ളി ഏരിയ സെക്രട്ടറി സുഭാഷ് വർഗീസും പറയുന്നു. ഉമ്മൻചാണ്ടിക്ക് ആദ്യമായി സ്മാരകം പണിയുന്നത് പിണറായി സർക്കാരാണ്. പുതുപ്പള്ളിയിൽ ഒരു മിനി സിവിൽ സ്റ്റേഷൻ വേണമെന്ന് തീരുമാനിച്ചപ്പോൾ അതിന് ഉമ്മൻചാണ്ടിയുടെ പേരിടാൻ അന്നത്തെ LDF ഭരണസമിതി തീരുമാനിക്കുകയായിരുന്നു. അതിന് അപേക്ഷ നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി ഇടപെട്ട് 50 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. ഗ്രാമപഞ്ചായത്ത് 75 ലക്ഷം രൂപയും അനുവദിച്ചു. അതിന്റെ പണി ഇപ്പോൾ പൂർത്തിയാകാറായി. അതിന് പുറമെ പുതുപ്പള്ളിയിൽ ഒരു റോഡിനും ഉമ്മൻചാണ്ടിയുടെ പേര് നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ബജറ്റിൽ ഉമ്മൻചാണ്ടിക്ക് സ്മാരകം പ്രഖ്യാപിച്ചില്ലെന്ന പരാതി ഉയരുമ്പോഴാണ് LDF ഭരണസമിതി നടത്തിയ ഈ കാര്യങ്ങൾ ചർച്ചയായി മാറിയത്.